ഏറ്റവും അധികം പരാതികൾ ഉയർന്നിരിക്കുന്ന കോഴിക്കോട് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലേക്കാണ്. അവിടെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണ്, അവിടെ നിയമലംഘനമുണ്ട് എന്നാണ് UDFന്റെ പരാതി. അതിർത്തികൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചിരിക്കുന്നു, വീടുകളുടെ എണ്ണം തെറ്റായി രേഖപ്പെടുത്തിയെന്ന് പരാതിയുണ്ട്. ഭൂപടത്തിൽ പരക്കെ അവ്യക്തതയും പരസ്പര ബന്ധമില്ലായ്മയുമാണെന്നാണ് UDFന്റെ ഗുരുതര ആരോപണം. ദീപക് മലമയാണ് കൊടുവള്ളിയിൽ നിന്ന് വരുന്നത്. ദീപക്, ഇപ്പോൾ കൊടുവള്ളിയിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ 16,000 പരാതികളുള്ളതിൽ 308 പരാതിയും കൊടുവള്ളിയിൽ നിന്നാണ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എന്തൊക്കെ തരം പരാതികളാണ് ഉയരുന്നത്? സ്മൃതി പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് കൊടുവള്ളി നഗരസഭയ്ക്ക് മുൻവശത്താണ്. ഇത് കൊടുവള്ളി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടുന്ന പ്രദേശമാണ്. എന്ന് വെച്ചാൽ കൊടുവള്ളി നോർത്ത് എന്ന് നേരത്തെ രേഖപ്പെടുത്തിയ ആ വാർഡ് ഇപ്പോൾ അത് ഞെള്ളോറ എന്ന് പറയുന്ന വാർഡായിട്ട് മാറുമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു നഗരം കേന്ദ്രീകരിക്കുന്ന പ്രദേശത്ത് നിന്ന് ഏറെ മാറി ഞെള്ളോറ മലയൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ മേഖലയിലേക്ക് ഈ വാർഡ് തന്നെ മാറിപ്പോകുന്നു എന്നുള്ള കാഴ്ചയാണ്. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ 308 പരാതികൾ ഇതിനോടകം തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പരാതികൾക്ക് അടിസ്ഥാനമായ കാര്യം എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചോദിച്ചറിയേണ്ടതുണ്ട്. എനിക്കൊപ്പം മുനിസിപ്പാലിറ്റി ചെയർമാൻ അബ്ദുൾ വെള്ളാറയുണ്ട്, ഒപ്പം തന്നെ KK ഖാദർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേരുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ 308 പരാതി ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. പ്രധാനമായും നിങ്ങൾ പറയുന്നത് അതിൻ്റെ അതിർത്തി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, വീടുകളുടെ എണ്ണത്തിലുള്ള പ്രശ്നം, എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്? അല്ല, ഒരു ഡീലിമിറ്റേഷൻ നടപടിക്രമങ്ങളിൽ പാലിക്കേണ്ട ഒരു മാനദണ്ഡവും പാലിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മാനദണ്ഡം ബേസ് ചെയ്തിട്ടാണ് ചെയ്തതെങ്കിൽ അതൊന്നും പാലിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അതിർത്തികൾ, നമ്മൾ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ളതിൽ ആ രീതിയിലേക്ക് ഇത് ഓരോ വാർഡുകൾ യോജിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വാർഡുകളിൽ പോലും യോജിപ്പുണ്ടാകുന്നില്ല. അതേപോലെ തന്നെ അതിർത്തി നിർണ്ണയിച്ചത് നമുക്ക് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ എല്ലാ റോഡുകളും പൂർണ്ണമായും ആസ്തി രജിസ്റ്റർ ഉണ്ട്. അത് നമ്മൾ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതാണ്. അതിൽ വരുന്ന 70% റോഡുകളും ഈ നമ്മൾ ആസ്തി രജിസ്റ്ററിലുള്ളതോ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതോ മെമ്പർമാർക്ക് മനസ്സിലാകുന്നതോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് മനസ്സിലാക്കാൻ കഴിയുന്നതോ അല്ല. അപ്പോൾ പൂർണ്ണമായും ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇത് സമർപ്പിച്ച സെക്രട്ടറിയോട് സംസാരിച്ചു. നിങ്ങളൊന്ന് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാർഡ് അതിൻ്റെ അതിർത്തി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അയാൾ കൈമലർത്തുക. അയാൾ പറഞ്ഞു നിങ്ങൾ പരാതി കൊടുത്തോളി. ഇങ്ങനെ ഇത്രയും വൃത്തികേട് ചെയ്ത് വെച്ചിട്ട് പരാതി കൊടുത്തോളി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഏതെങ്കിലും ഒരു മാനദണ്ഡം. അതേപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, നമ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മളുടെ അസസ്മെൻറ്റിലുള്ള നമ്പറുകളല്ല ഇവരെടുത്തിട്ടുള്ളത്. അസസ്മെൻറ്റ് പൂർണ്ണമായും തെറ്റായിട്ടാണ്. അസസ്മെൻറ്റിലുള്ള വീടുകൾ ഇതിനെ കൂട്ടിയും കുറച്ചുമാണ് വാർഡുകൾ നിർമ്മിച്ചത്. ഇതൊക്കെ ഭരണഘടനാപരമായും ഇതിൻ്റെ നഗരസഭയുടെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ വാർഡ് ഡീലിമിറ്റേഷൻ നടത്തേണ്ട മാനദണ്ഡങ്ങൾക്കോ ഇതിനൊക്കെ എതിരാണ്. ഇപ്പം KK ഖാദർ, നിങ്ങൾ പരാതി കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം റോഡുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഇടവഴികളൊക്കെ ചിലയിടങ്ങളിൽ ഇതിന് അതിർത്തിയായി കാണിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. ഓക്കെ, ഇതിലെന്താ സംഗതി എന്ന് പറഞ്ഞാൽ ഈ മുനിസിപ്പാലിറ്റിയിലൂടെ കടന്നു പോകുന്ന പ്രധാന റോഡുകൾ, ഈവൻ നാഷണൽ ഹൈവേ, അതുപോലെ തന്നെ മറ്റ് പ്രധാന റോഡുകൾ, ഈ റോഡുകളൊക്കെ അതിർത്തിയാക്കി എടുക്കാൻ കഴിയുന്ന രൂപത്തിലാണ് കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ റോഡുകൾ നിലനിൽക്കെ അതിൻ്റെ അരികിലൂടെ 10 മീറ്റർ മാറി അല്ലെങ്കിൽ 50 മീറ്റർ മാറി ഇല്ലാത്ത ഇടവഴികളും ഊടുവഴികളുമൊക്കെ അതിർത്തിയായി കാണിച്ചു. ഈ റോഡിൻ്റെ നാഷണൽ ഹൈവേയുടെ ഇക്കരെ നിന്ന് അക്കരയ്ക്ക് 10 വീട് എടുത്തിടുക, അക്കരെ നിന്ന് ഇക്കരയ്ക്ക് റോഡുകൾ എടുത്തുവിടുന്ന രൂപത്തിലേക്ക് അതുപോലെ ഇവിടെ ഈ അതിർത്തികൾ തമ്മിൽ യോജിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം കാണിക്കാൻ കഴിയും. ഇവിടെ കാണിക്കില്ല, കുറച്ച് അങ്ങോട്ട് പോയാൽ കാണിക്കാം. ഇവിടെ ഇല്ല, കുറച്ച് അങ്ങോട്ട് പോയാൽ നമുക്ക് അങ്ങനെ ഒരു 1-2-3 സ്ഥലങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ അതിരുകൾ തമ്മിൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു വാർഡിൻ്റെ 2ാമത്തെ വാർഡിൻ്റെ തെക്കാണ് 3ാമത്തെ വാർഡിൻ്റെ വടക്കായി വരേണ്ടത്. ഇതങ്ങനെ വരുന്നില്ല. മാത്രമല്ല ഇതിൽ പറയുന്ന അതിരുകൾ പോലും ഒന്നിനോട് യോജിക്കുന്നില്ല. 4 അതിരുകൾ പറയുമ്പോൾ ഈ 4 അതിരുകൾ തമ്മിൽ യോജിക്കുന്നില്ല. തെക്ക് ഭാഗത്ത് പറയുന്ന 2-3 അതിരുകൾ തമ്മിൽ പോലും യോജിക്കുന്നില്ല. അപ്പോൾ അതിരുകൾ യോജിക്കുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞത് 11,000 സംതിങ് ആണ് ഇവിടുത്തെ അസസ്മെൻറ്റ് രജിസ്റ്റർ പ്രകാരം ഇവിടുത്തെ വീടുകളുടെ എണ്ണം, ഗവൺമെൻറ് നിശ്ചയ പ്രകാരം. എന്നാൽ ഇവരെടുത്തിരിക്കുന്നത് 150 വീടുകൾ ഇതിൽ കൂട്ടി. ഇവരെ എന്ത് മാനദണ്ഡം എന്നറിയില്ല. അല്ല, ഞാൻ ഇടപെട്ടൊന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്, നിങ്ങൾ അറിയുന്ന സെക്രട്ടറിയാണ്, എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഇത് സെക്രട്ടറിയിൽ മാത്രം നിക്ഷിപ്തമായ സംഗതിയാണ്. ഇതിൽ ഭരണസമിതിക്ക് യാതൊരു റോളും ഇല്ല.
സ്വാഭാവികമായിട്ട് കാലാകാലം സെക്രട്ടറിമാർ അവിടുത്തെ ജനപ്രതിനിധികളുമായിട്ടും ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ആശയവിനിമയം നടത്തും, കാരണം അവർക്ക് പരിചയക്കുറവുള്ളതുകൊണ്ട്. എന്നാൽ ഇതിൽ അങ്ങനെ ഒരു പരിചയം ഈ ജനപ്രതിനിധികൾ നടത്തിയില്ല മാത്രമല്ല, ഈ ഓഫീസിലെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഇദ്ദേഹത്തെ സഹായിക്കാൻ ഇന്ന ആളുകളെ കൂട്ടുന്ന ഗവൺമെൻറ് മാർഗ്ഗനിർദ്ദേശമുണ്ട്. ഇതിനൊരു ക്ലർക്കുണ്ട് മുനിസിപ്പാലിറ്റിയിൽ. ഈ ക്ലർക്കിനോ അതല്ല ഇവിടുത്തെ ഒരു സ്റ്റാഫിനോ ഇതുമായി യാതൊരു സെക്രട്ടറി നേരിട്ട് കൈകാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ സെക്രട്ടറിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരതിരും അറിയില്ല, അദ്ദേഹത്തിന് റോഡ് അറിയില്ല. അദ്ദേഹത്തിന് പുറത്തുനിന്ന് ആരോ ഉണ്ടാക്കി കൊടുത്ത ഒരു രൂപം മാത്രമേ ഇത്, അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 308 വീടുകളാണ് ഇവിടുത്തെ മാനദണ്ഡം അനുസരിച്ച് ശരിക്കും വരേണ്ടത്. അതിന് പകരം ഇത് 1000 വീടുകൾ കൂട്ടിക്കാണിച്ചതിൻ്റെ ഭാഗം 330 330-ൽ സ്വാഭാവികമായി 10% കൂട്ടുമ്പം 360, അല്ലെങ്കിൽ 300-ൽ നിൽക്കണം. ഇതിന് 300-ൻ്റെയും 360-ൻ്റെ ഇടയിലാണ് വീടുകൾ നിൽക്കേണ്ടത്. എല്ലാ വാർഡുകളിലും ഇപ്പം വിഭജിച്ചതിൽ ആ ഒരു കണക്ക് വരുന്നുണ്ട്? ഇല്ല, വരുന്നില്ല. ചില സ്ഥലത്ത് 150 ഉള്ളൂ, അല്ലെങ്കിൽ 170 ഉള്ളൂ. ചില സ്ഥലത്ത് അത് 600 ഉണ്ട്. ചില സ്ഥലത്ത് 500, 600 വരുമ്പോൾ ചില സ്ഥലത്ത് 150, 200 ഉള്ളൂ. മാത്രമല്ല, ഒരു വാർഡിൽ കാണിച്ച വീടുകൾ തന്നെ തൊട്ടടുത്ത വാർഡിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ചില വീടുകൾ 100, 150 വീടുകൾ എവിടെയും കാണാതെയും നിൽക്കുന്നുണ്ട്. ഈ മാപ്പ് വരിച്ച അതിരും ഇതിൽ അനുബന്ധം 2 പ്രകാരം അല്ല 4 പ്രകാരം പറയുന്ന അതിരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് വേറെ വഴിക്ക് പോകുന്നു. വീടുകൾ അപ്പോൾ ഒരാൾക്ക് ഈവൻ എൻ്റെ വീട്, ഞാൻ അടങ്ങുന്ന വീട് ഈ കൊടുവള്ളി ടൗണിലെ ഈസ്റ്റ് വാർഡിലാണ് എൻ്റെ വീട്. എൻ്റെ വീട് ഉൾക്കൊള്ളുന്ന 63 വീടുകൾ എവിടെയാണ് എന്ന് ഇപ്പോഴും നിശ്ചയമില്ല. നിങ്ങൾക്ക് വന്നാൽ കാണിച്ചു തരാം. ഈ 63 വീടുകൾ ഇതിൽ 29-ൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ മാപ്പ് പ്രകാരം ഞങ്ങൾ 28-ലാണ്. എന്നാൽ മറ്റ് വീട് അതിർത്തി പ്രകാരം ഞങ്ങൾ എവിടെയില്ല. അപ്പോൾ എൻ്റെ അടുക്കുന്ന 63 വീടുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ സെക്രട്ടറിക്ക് ഉത്തരവില്ല. സെക്രട്ടറി നിങ്ങൾ പരാതി കൊടുക്കുന്നു. അങ്ങനെ ആളുകളായിട്ട് പരാതി, അതുകൊണ്ടാണ് ഇത്രയും പരാതികൾ വന്നത്. ഇപ്പം സ്മൃതി 308 പരാതികളൊന്നും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഇത് വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നേരത്തെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ 36 വാർഡുകളിലേക്ക് കൃത്യമായി ഡിവൈഡ് ചെയ്ത് നൽകും. ഇനിയിപ്പോൾ 37 വാർഡുകളായി മാറുന്നു. ഇങ്ങനെ വീടുകളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരുന്നത് എന്തായിരിക്കും സംഭവിക്കുന്നത്? അല്ല, അത് വലിയ പ്രശ്നമാണ്. കാരണം ഒരു ഡിവിഷനിൽ 150 വീട്, വേറൊരു ഡിവിഷനിൽ 400 വീട്. ഇത് നമുക്ക് ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ മാത്രമല്ല, ജനങ്ങളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുണ്ട്. നമ്മളിപ്പോൾ പല വിഷയങ്ങളിലും ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത്, ഇതൊന്നും നമുക്ക് നടക്കില്ല. കാരണം ചില വാർഡുകൾ വളരെ അമീബ പോലെ ചെറുത്, ചിലത് ഇന്ത്യൻ മാപ്പ് പോലെ വളരെ വിശാലമായ വാർഡുകൾ. അപ്പം തീർത്തും അസാസ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു നിലക്കും വാർഡിന് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താനോ അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്താനോ പറ്റാത്ത രീതിയിൽ വളരെ വിചിത്രമായ ആ മാപ്പ് ആർക്ക് കണ്ടാലും മനസ്സിലാകുന്നതാണ്. ഈ മാപ്പ് കണ്ടാൽ തന്നെ ഇതുമായി വലിയ ടെക്നിക്കൽ ബന്ധമൊന്നും വേണ്ട. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം വരച്ചുണ്ടാക്കിയ മാപ്പ് കണ്ടാൽ പല സ്ഥലത്തും ഓരോ ഒരു വാർഡിലേക്ക് കയറിയിട്ട് അതിൻ്റെ അപ്പുറം കടന്നിട്ട് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. ചില വാർഡുകളുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3-4 കിലോമീറ്ററാണ്. ഒരു സൈഡിൽ നിന്ന് വോട്ട് ചോദിച്ച് മറ്റൊരു സൈഡിലേക്ക് പോകാൻ പോലും കഴിയാതെ, അല്ലെങ്കിൽ ഒരു മെമ്പർ ആയ ഒരു ജനപ്രതിയായി വന്നാൽ അയാൾക്ക് ഈ വികസനങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയില്ല. ശരി ദീപക്, വളരെ ഗൗരവത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ കാര്യം, ഒരു വാർഡിലും പെടാതെ കുറെ പേരെങ്കിലും നിൽക്കുന്നു, 62 കുടുംബങ്ങളിലും അങ്ങനെയുണ്ട് എന്നുള്ളതാണ് ആ വ്യക്തി പറഞ്ഞത്. ഏതായാലും ഉദ്യോഗസ്ഥരോട് ഈ കാര്യങ്ങൾ പരാതിപ്പെടുമ്പോൾ അവരിൽ നിന്ന് കൃത്യമായ മറുപടി കിട്ടുന്നില്ല എന്നുള്ളത് കൂടിയാണ് കൊടുവള്ളിയിൽ നിന്നുള്ള വിവരം.